ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മളിന്ന് രാവിലെ കഴിക്കാനായിട്ടുണ്ടാക്കുന്നത് റാഗി ഗോതമ്പ് ദോശയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടത് കഴിക്കാനായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. റാഗിയുടെ ഒരു തന്നെ ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഭയങ്കര കട്ടി പോലെ ഉണ്ടാവും. എന്നാൽ ഗോതമ്പ് കൂടി മിക്സ് ചെയ്യുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് പകുതി റാഗി പകുതി ഗോതമ്പ് പിന്നെ കുറച്ച് തേങ്ങയും കൂടി എടുത്ത് ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതാണ് ദോശ വെക്കുന്നത് രാവിലെ. നമ്മുടെ ഇവിടെ ഇപ്പോൾ നന്നായിട്ട് ചൂട് കൂടാനായിട്ട് തുടങ്ങി കേട്ടോ. നേരത്തെ നമുക്ക് ഒരാഴ്ച മുന്നേ ഒരു 3-4 ദിവസം മുന്നേ വരെ നമ്മുടെ ഇവിടെ രാവിലെ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാനായിട്ടൊരു സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മുറ്റത്ത് പുറത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ 21, 20, 19 അങ്ങനെ ഒരു ഇതിലാട്ടോ നമുക്കിവിടെ രാവിലത്തെ ടെമ്പറേച്ചർ വന്നുകൊണ്ടിരുന്നത്. ഡിഗ്രി സെൽഷ്യസ് നോക്കുമ്പോൾ അങ്ങനെയാട്ടോ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 23, 24, 24.7 അങ്ങനെയൊക്കെ നല്ല ചൂട് കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് ഉഷ്ണതരംഗത്തിനാന്ന് തോന്നുന്നു ഒരു 3-4 ദിവസമായിട്ട് നല്ല രീതിയിൽ ചൂടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും കാലം നമുക്ക് അങ്ങനെ തോന്നാത്ത രീതിയിൽ അത്രയും ചൂട് വരെ തോന്നുകയാണ്. പുറത്ത് നല്ലൊരു തണുപ്പൊക്കെ കിട്ടുന്നുണ്ട്. രാവിലത്തെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മഞ്ഞിൻ്റെ ഇത് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ തണുപ്പ് നമുക്കുണ്ട്. പക്ഷെ സൂര്യനെ കുതിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ചൂടാവുകയാണ്. ഭയങ്കര വെയിൽ പോലെയും ഭയങ്കര ചൂടും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാർക്ക വീടാണല്ലോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ചൂടാകുമ്പോൾ ഉള്ളിലോട്ട് നന്നായിട്ട് ചൂട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു, മുകളിൽ ചകിരിച്ചോറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ ഈ വെള്ളം നനച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓലയൊക്കെ വെറുതെ നമ്മുടെ വീടിൻ്റെ മുകളിൽ വെട്ടിയിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാർക്കയ്ക്ക് ഭയങ്കര കേടാത്. വാർക്ക ചോരാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് ആ ചകിരിച്ചോറ് നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം ഉള്ളിൽ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നുള്ളത് അറിയില്ല. ഞാൻ ഇന്നലത്തെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എത്ര വ്യത്യാസം വരുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ രാവിലെ തന്നെ അതൊന്ന് ഇടാമെന്ന് വിചാരിച്ചു. പകൽ എത്ര ചേഞ്ച് വരുന്നുണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ദോശ അതാ ചുട്ട് കഴിയാറായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പോയിട്ട് ഇടാനായിട്ട്. വെയിൽ വരുന്നതിന് മുന്നേ ഇടണം. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് പോയിട്ട് ഇനി ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. അവിടെ പോയി കുറച്ചധികം പണിയുണ്ട്. ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി അതൊക്കെ ഫുള്ള് നിരത്തി വരുമ്പോഴത്തേക്കും എന്തായാലും കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. റാഗി ദോശയും തക്കാളി വാട്ടിയതുമാണ് കേട്ടോ. തക്കാളി വാട്ടുകയെന്ന് പറഞ്ഞാൽ കടുക് വറുത്തിട്ട് ജസ്റ്റ് സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടി ഒന്നെങ്കിൽ ഉണക്കമുളകും അല്ലെങ്കിൽ കാന്താരി മുളകും ചതച്ചിട്ടിട്ടാട്ടോ വാട്ടുക. ഒരു രസം ഉണ്ടാവും അങ്ങനെ കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് നരച്ചാൽ ചമ്മന്തിയാവും. പിന്നെ ചകിരിച്ചോറ് നമ്മൾ എടുത്തത് ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ. അവിടെ കണ്ടോ ഫുള്ളൊരു ഫാക്ടറിയാണ്. അവിടെ കുറേ ചകിരിയും ചകിരിച്ചോറും എല്ലാം ഉണ്ട്. ഒരു വർഷമായിട്ട് അവിടെ പ്രവർത്തനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പഴയ ചകിരിച്ചോറൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എടുത്തിട്ട് വന്നേ. സാധാരണ ഒരു വലിയ ചാക്കിലാക്കി തരുന്നത് നമ്മൾ അവിടെ നിന്നൊരു വളം, കൃഷിക്ക് വേണ്ടി വളം വാങ്ങില്ല, അങ്ങനത്തെ ചാക്കിലാക്കിയിരിക്കുന്നത്. നമ്മളാക്കുമ്പോൾ അധികമായിട്ട് അതിൽ കൊള്ളില്ല കേട്ടോ. കുറേ ചാക്കുണ്ടെങ്കിലും അതിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അവരടുത്ത് പോയി വാങ്ങുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ചകിരിച്ചോറ് 1-2 ചാക്ക് എടുത്താൽ തന്നെ ഇത് ഇത്രയും ചാക്കിലാക്കിയത് ഒരു 2 ചാക്കിൽ നമുക്ക് ആക്കി തരും. നമ്മൾ ചാക്ക് ഇതാ ഫുള്ള് വണ്ടിയിൽ, അച്ചയുടെ വണ്ടിയിൽ ഇതാ നിറച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാണ് കേട്ടോ. നമ്മളിപ്പോൾ ചകിരിച്ചോറ് ഇടാനായിട്ട് പോകുന്നത് നമ്മുടെ റൂമിലും പിന്നെ അച്ഛയുടെ അമ്മയുടെ റൂമിൻ്റെ മുകളിൽ മാത്രമാണ് കേട്ടോ. 2 റൂമിലിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, തണുപ്പ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കട്ടെ കേട്ടോ. നമുക്ക് ഉച്ച നേരം കഴിയുമ്പോഴത്തേക്ക് അറിയാനായിട്ട് പറ്റും ടെമ്പറേച്ചർ എത്രത്തോളം കൂടുന്നുണ്ട് കുറയുന്നുണ്ട്, അതേപോലെ തന്നെ നിൽക്കുകയാണെന്നൊക്കെ ഉള്ളത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കിനി ചകിരിച്ചോറ് ഇടാനായിട്ട്. ചകിരിച്ചോറ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് അതിന് ഒരു പൈസ മുടക്കം ഒന്നും നമുക്ക് വന്നിട്ടില്ല. ഒന്നിനും പൈസ മുടക്കം വന്നിട്ടില്ല. പിന്നെ നമുക്ക് ചകിരിച്ചോറ് മാത്രമല്ല, ഷീറ്റാണെങ്കിലും നമ്മളിവിടെ കുരുമുളക് ഉണങ്ങാനായിട്ട് ഇടുന്നതിൽ വലിയ സുഖമില്ലാതെ നമ്മൾ വാങ്ങിയിട്ട് വലിയ സുഖമില്ലാത്ത ഷീറ്റ് ഉണ്ടായിരുന്നു. കുരുമുളക് ഉണക്കാൻ വലിയ സുഖമില്ലാത്ത ഭയങ്കര കട്ടിയായിട്ടുള്ള നമുക്കിങ്ങനെ കുരുമുളക് പെട്ടെന്ന് വാരിക്കൂട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഷീറ്റുണ്ട്. അപ്പോൾ അതാട്ടോ നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇടാനായിട്ട് പോകുന്നത്. അത് പിന്നെ അല്ലാതെ നമുക്ക് പെട്ടെന്ന് പൊട്ടിയൊക്കെ പോകുന്ന ഷീറ്റാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇടുന്ന സമയത്ത് അങ്ങനെ കുഴപ്പമില്ലല്ലോ. ചകിരിച്ചോറ് ഇവിടെ ഒരു ചകിരിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു
ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു കമ്പനി പോലെ കുറേ പണിക്കാരൊക്കെ ആയിട്ട് തൊണ്ട് കൊണ്ടുപോയിട്ട് തൊണ്ടിന് ചകിരിച്ചോറും ചകിരിയൊക്കെ വേറെ ആക്കി കയറ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കുറേ കയറൊക്കെ ഉണ്ടായിരുന്നു. പോയി നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ട് ചകിരിച്ചോറ് അവിടെ നിന്നായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. വലിയൊരു ചാക്ക് ചകിരിച്ചോറിന് 150 രൂപയായിരുന്നു തന്ന്. ഒരുപാടുണ്ടാവും കേട്ടോ. അത് കുത്തി നിറച്ചിട്ട് നമുക്കൊരു ഇത്രയും ഹൈറ്റുള്ള വലിയൊരു ചാക്കിലാട്ടോ തരിക. നിറയെ കിട്ടുമായിരുന്നു 150 രൂപയ്ക്ക്. പക്ഷെ ഇപ്പം എന്തോ അത് അവർ നിർത്തി. ഇപ്പോൾ മലപ്പുറത്തുള്ള ആരോ കൊണ്ടായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞത്. ഇപ്പോൾ വയനാട്ടിലുള്ള ആരോ കൊണ്ട് അത് വാങ്ങി ഇപ്പോൾ നടത്തുന്നില്ല. ലീസിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നടത്തുന്നില്ല. അപ്പോൾ അവിടെ കുറേ ചകിരിച്ചോറ് ഇതിന് മുന്നേ അവർ ഉണ്ടാക്കിയ ചകിരിച്ചോറും ചകിരിയും കുറേ സാധനങ്ങൾ വെറുതെ കൂട്ടിയിട്ടിരിക്കുക കേട്ടോ. അതെങ്ങനെയും എടുത്ത് ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞവർ നമ്മൾ കുറേ ചാക്കിൽ വാരിക്കൊണ്ട് വന്നു കേട്ടോ. ഇതൊരു വലിയ ഷീറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഞങ്ങൾ കോയമ്പത്തൂർ പോയപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിയത്. പക്ഷെ മുളക് ഉണക്കാൻ വലിയ സുഖമല്ലേ ഷീറ്റ്, ഒരുപാട് കട്ടിയായതുകൊണ്ട്. വലിയ ഷീറ്റായിട്ട് എടുക്കുന്നേ. ഷീറ്റ് ഇപ്പോൾ നന്നായിട്ട് വിരിച്ചിട്ടുണ്ട്. പറ്റുന്ന അത്രയും നന്നായിട്ട് വിരിച്ച് സൈഡിൽ കൂടെ ഒന്നും വെള്ളം ഒഴുകി പോകാത്ത പോലെ എല്ലാ സൈഡും ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് താഴെ ഇഷ്ടികയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഷീറ്റ് മൊത്തത്തിലൊന്ന് പൊക്കി ഉള്ളിലിങ്ങനെ വെള്ളം നിൽക്കുന്ന പോലെയാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ ഗ്രാനൈറ്റും കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ ചകിരിച്ചോറിട്ടിട്ട് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ കുറേ നല്ല ചകിരിച്ചോറും ഉണ്ട്, കുറേ പഴകിയതും ഉണ്ട്. ഒരുപാട് പേര് അവിടെ നിന്ന് ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് എടുത്തിട്ട് പോയെന്ന് നമ്മൾ എടുത്തിട്ട് വന്നതാണ്. കുറച്ച് ചകിരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോയി എടുക്കുന്ന പോലെ അല്ലല്ലോ, കുറേ നാൾ കൂടി കിടന്നിട്ട് 1 വർഷത്തോളമായെന്ന് പറഞ്ഞാൽ അവിടെ ഇതാക്കിയിട്ട് കുറച്ച് ചകിരിയൊക്കെ ഇട്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ആവശ്യം നടക്കും. ഇത് ഫുള്ള് നിരത്തണം. ഒരു 3-4-5 ചാക്ക് ചകിരിച്ചോറെങ്കിലും വേണം കേട്ടോ. ഇത് ചെറിയ ചാക്കിൽ എടുത്തിരിക്കുന്ന ചകിരിച്ചോറാണേ. ഇത് കുറേ ചകിരിയും ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സായിട്ടാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. കുറേ ചകിരിച്ചോറിനായിരുന്നു. പിന്നെ കുറച്ച് ചാക്കിലായപ്പോഴത്തേക്ക് സൈഡിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ചകിരിയും കൂടെ വന്നിട്ടുണ്ട്. നമ്മളിത് ഇവിടെ ഒരു കുറച്ച് നാളിട്ട് കഴിഞ്ഞ് ഇനി ചെടി നടാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ കിടക്കുന്ന അത്ര കാലം ചൂട് ഉള്ള സമയത്ത് അത്രയും നാളെ മൂടി കിടക്കട്ടെ, എല്ലാ സമയത്ത് നമുക്ക് എടുത്തിടാമെന്ന് വെച്ചാൽ. നമ്മളിപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ മുകളിലാണ് മാത്രമായിട്ട് ഇട്ടത്. ഷീറ്റ് വലിയ ഷീറ്റ് ആയതുകൊണ്ട് തികയെന്ന് വിചാരിച്ചു. പക്ഷേ അത് അവിടെ എത്തില്ല. അച്ഛൻ്റെ അമ്മയുടെ റൂം വലിയ കുറച്ചുകൂടെ നീളത്തിലിടണം, അവിടെ എത്തത്തില്ല. അപ്പോൾ അവിടെ വേറെ ഷീറ്റ് വാങ്ങേണ്ടി വരും. ഇതിപ്പോൾ നമ്മളല്ലാതെ ഇട്ടു. അല്ലെങ്കിൽ പിന്നെ ചെറിയ ചെറിയ ഷീറ്റുകളുണ്ട്. പക്ഷേ വാർക്കയിലോട്ടെങ്ങാനും വെള്ളം ഇറങ്ങിയാൽ വാർക്കയ്ക്ക് അത് ഭയങ്കര കേടാണ്. കുറേ നാളിങ്ങനെ നനഞ്ഞിങ്ങനെ കിടക്കുകയല്ലേ. നമ്മളാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ടോപ്പൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല. കുറച്ച് പണികളുണ്ട് ഇതിൻ്റെ മുകളിൽ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നല്ല ഷീറ്റ് വാങ്ങിയിട്ട് അവിടെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ടെമ്പറേച്ചർ 2 റൂമിലും എങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് അറിയാം കേട്ടോ. ഒരു സൈഡിലായിട്ട് വരുന്നത്. വേറെ മരങ്ങളൊന്നും ഒരു റൂമിന് വ്യത്യാസമില്ല. തണൽ ഇങ്ങനെ ഒരു റൂമിന് മാത്രമായിട്ട് കിട്ടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ പോയി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ നോക്കി അറിയാം 2 റൂമിൽ എത്ര വ്യത്യാസം. നമ്മളിനി ഇതിൻ്റെ മുകളിൽ നനച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് നനയൊക്കെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ചിലപ്പോൾ ഇതിങ്ങനെ വീർത്ത് വരുമായിരിക്കും തോന്നുന്നു കേട്ടോ. ചകിരിച്ചോറ് ഒതുങ്ങാട്ടോ ചെയ്യുന്നത്. വെള്ളം വരുമ്പോഴത്തേക്ക് ഒന്ന് ഒതുങ്ങി പോകുന്നുണ്ട്. നമ്മൾ ചെറിയ ചാക്കിനെടുത്ത് വെക്കുന്നതുകൊണ്ടാണ് കുറേ ചാക്ക് കണക്കിന് വന്നത്. ശരിക്കും നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ചാക്കൊക്കെ മതിയാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ നടത്താത്തതുകൊണ്ട് നമുക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പം നന്നായിട്ട് വെള്ളം നമ്മളൊരു ബെഡ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും വെള്ളം കുറച്ച് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കുറഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ 1 മണിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് 2 റൂമിലത്തെ ടെമ്പറേച്ചർ നോക്കാമായിരുന്നു. കുറച്ച് മഴക്കാറും കൂടെ ഉണ്ട്. ഇപ്പോൾ വെയിൽ ഒന്ന് തെളിഞ്ഞ് വന്നിരുന്നിട്ട് ഇതാ വെയിലൊന്ന് മങ്ങി. ഇപ്പോൾ വീട്ടിൽ മഴക്കാറുള്ളതുകൊണ്ടൊന്ന് വെയിലിങ്ങനെ പോയി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 1 മണിയൊക്കെ ആവുന്ന സമയത്ത് 2 റൂമിലും ടെമ്പറേച്ചർ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഷീറ്റും കൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇടുന്നതുകൊണ്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അറിയാം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഇരുമ്പുപുളി പറിക്കാനായിട്ട് പോകാൻ കേട്ടോ. മാമൻ്റെ വീട്ടിൽ അക്കരെ ഇരുമ്പുപുളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാടായി കിടക്കുക, കുറേ കൊഴിഞ്ഞൊക്കെ പോകുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി പറിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ച് ഇരുമ്പുപുളി പറിച്ചിട്ട് വരാം.
നമ്മൾ ഇരുമ്പുപുളി പറിക്കാനായിട്ട് മാമൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. നിറയെ ഇരുമ്പുപുളിയുണ്ട്. വേനലായതുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, കുറച്ച് വലിപ്പം കുറവുണ്ട്. ചിലതിന് വലിപ്പമുണ്ട്, ചിലതിന് വലിപ്പമില്ല. എന്നാലും നമുക്ക് ഇഷ്ടം പോലെ ഇരുമ്പുപുളി ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്ര ഇരുമ്പുപുളിയുണ്ട്. പല സൈസിലുള്ള ഇരുമ്പുപുളിയാണ് കേട്ടോ. നമുക്ക് വേണ്ട ഇരുമ്പുപുളി അച്ചാറിട്ട് വെക്കാം. പിന്നെ കുറച്ച് നമുക്ക് പിന്നെ അച്ചാറിടാനുള്ളതാണെങ്കിൽ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കുറേ കാലം അങ്ങനെ ഇരിക്കും. ഇരുമ്പുപുളി നമുക്ക് കഴുകി എടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് കഴുകി വെള്ളം തോരാനായിട്ട് വെക്കാം. നമുക്ക് ഇരുമ്പുപുളി ഇനി അരിഞ്ഞിട്ടൊന്ന് ഉപ്പിലിടാം കേട്ടോ. 2 ദിവസം ഉപ്പിലിട്ടിട്ട് നമുക്ക് അച്ചാറിടാം. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് അച്ചാറിടാവേ. 2 ദിവസം ഒന്ന് ഉപ്പിക്കിടന്ന് ഉപ്പൊക്കെ പിടിക്കട്ടെ. ഇരുമ്പുപുളി അരിഞ്ഞിടുന്ന സമയത്ത് നമ്മൾ നാരങ്ങേനെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഇരുമ്പുപുളി. നമ്മുടെ പാത്രങ്ങളൊക്കെ നാശമാവും. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാട്ടോ എടുത്തത്. അതിൽ പാത്രത്തിൻ്റെ ഉള്ളൊരു പാടൊക്കെ വരും. പാത്രം പൊടിഞ്ഞ് വരുന്നതാണെന്ന് തോന്നുന്നു, സ്റ്റീലിൻ്റെയൊക്കെ. പ്ലാസ്റ്റിക് എടുത്തത്. അച്ഛയുടെ അമ്മയുടെ റൂമിൽ 30 ഉണ്ടായിരുന്നു കേട്ടോ. 30 ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത്. നമ്മുടെ റൂമിൽ പോയി നോക്കാം കേട്ടോ അവിടെ എത്ര വ്യത്യാസം ഉണ്ടെങ്കിൽ. ചെറിയൊരു ചൂടൊക്കെ തോന്നുന്നുണ്ട്, പുഴുങ്ങുന്ന പോലത്തെ ഒരു ചൂട് തോന്നുന്നുണ്ട്. നമുക്ക് 30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിലെടുത്തപ്പോൾ ടെമ്പറേച്ചറിൽ ചേഞ്ച് വന്ന് 32 അതെൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് ചേഞ്ച് വന്നാണേ. നമുക്ക് ആ റൂമിൽ കൊണ്ടുപോയി ഒരു 5 മിനിറ്റ് വെച്ച് നോക്കാം എത്ര ചേഞ്ച് വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ടെമ്പറേച്ചർ നമ്മുടെ റൂമിൽ കാണിക്കുന്നത് 26 കേട്ടോ. 4 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മുടെ തറയ്ക്ക് നല്ലൊരു തണുപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം വൈകുന്നേരം ആകുമ്പോഴേ ശരിക്കും അങ്ങോട്ട് നമ്മുടെ ടെറസൊക്കെ ചൂടായി വരത്തുള്ളൂ. അപ്പോഴേ ശരിക്കുള്ള ഡിഫറൻസ് അറിയുള്ളൂ കേട്ടോ. വൈകുന്നേരം കാണിക്കാം. അപ്പോൾ തറയ്ക്ക് നല്ല തണുപ്പുണ്ട്. തറയെ ചവിട്ടുന്ന സമയത്ത് നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. പിന്നെ ഫാൻ ഇട്ട് കഴിയുമ്പോൾ ഫാനിൽ നിന്ന് വരുന്ന കാറ്റിനൊരു തണുപ്പുണ്ട്. അല്ലെങ്കിൽ ഫാനിൽ നിന്ന് വരുമ്പോൾ ഈ ഒരുമാതിരി ചൂടുള്ള കാറ്റാട്ടോ. മുകളിൽ നിന്ന് ചൂടും കൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് വരിക. പക്ഷെ ഇപ്പോൾ ഫാനിൽ നിന്ന് വരുന്ന നല്ല തണുത്ത കാറ്റാണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഹാളിൽ വേറെ എവിടെ നോക്കിയില്ല കേട്ടോ. ഇവിടെ 2 സ്ഥലം നോക്കിയുള്ളൂ. അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മീൻ വറുത്തതും ചക്കക്കുരു മാങ്ങ കറിയും പിന്നെ നമ്മുടെ അച്ചാറും ഉണ്ട് കേട്ടോ. ഇതാണ് ഉച്ചയ്ക്ക് ഇന്ന് കഴിക്കാനായിട്ട്. ഇരുമ്പുപുളി ഒരുവിധം എല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ചെറുത് മാത്രമേ ഉള്ളൂ. കുഞ്ഞ് ഇരുമ്പുപുളി അത് അരിഞ്ഞിട്ട് കഴിയണില്ല. അപ്പോൾ അത് കുറച്ചും കൂടെ ഉള്ളൂ. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് അത് ഉപ്പിലിടാവേ. കൊഴുവ വന്നപ്പോൾ കൊഴുവ വാങ്ങിയതാട്ടോ, നത്തോലി. അത് വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കക്കുരു മാങ്ങ, അപ്പോൾ ചക്ക സീസൺ ആയി വരുന്നു. കുറച്ച് ചക്കക്കുരു മാങ്ങ നമുക്ക് കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് അച്ചാറിടണം. എന്നിട്ട് പല്ലിയറയ്ക്ക് പോകട്ടെ. നമുക്ക് പല്ലിയറി പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഓല എടുത്തിട്ട് വരാറുണ്ട്. ഇപ്പം ഈ ഉണക്കൊക്കെ അല്ലേ, അതുകൊണ്ട് നന്നായിട്ട് ഓല വീഴുന്നുണ്ട്. ഒരുപാട് ഓലയുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് ഓലയും കൂടി എടുത്തിട്ട് വരാം. ഇരുമ്പുപുളി അരിഞ്ഞെടുത്തത് നമ്മളൊരു കുപ്പിയിലിട്ട് വെക്കുക കേട്ടോ. ഇപ്പോൾ ഇത്ര ഇരുമ്പുപുളി ഉണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാവേ. ഫുള്ള് വെള്ളവും നല്ലപോലെ ചുങ്ങും കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങും. ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അച്ചാറിടാവേ. ഇപ്പം നിറച്ച് വെച്ചിട്ടുള്ള കുപ്പി നമുക്കിനി അടച്ചതെടുത്ത് വെക്കാം. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം ചുങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഇത് നമുക്കെടുത്ത് അച്ചാറിടാം. നമുക്കിനിയിപ്പോൾ പല്ലിയറയ്ക്ക് പോകാട്ട് സ്കൂട്ടി കൊണ്ട് പോകണം. പിന്നെ അച്ഛയുടെ വണ്ടിയിൽ വേണം കേട്ടോ എടുത്തിട്ട് വരാനായിട്ട്. കുറച്ച് അധികം ഓയിലുണ്ട് നമുക്കതുകൊണ്ട്. അതെല്ലാം കൂടെ വെട്ടിപ്പെറുക്കി എടുക്കാൻ പറ്റുമോ എന്നറിയില്ല, കെട്ടിയെടുക്കാൻ പറ്റുമോ എന്നറിയില്ല. പറ്റുന്ന പോലെ കൊണ്ടുവരാം.
കുറേ ഓല വീണ് കിടക്കുന്നുണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് നല്ല ഒരു ചൂട് ഉണക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പട്ടയൊക്കെ കൊണ്ട് വാടിയിട്ടേ വേഗം ഉണങ്ങിയ വീഴുന്നത്, വാടിയല്ല പഴുത്തിട്ടും ഇല്ല, അങ്ങനെ ഒരു ഉണങ്ങി തന്നെ വീഴുവാണ്. നമുക്ക് വെട്ടി എല്ലാം കെട്ടി വെക്കാം, എന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് അച്ഛനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. തനിക്കുഞ്ഞുണ്ട് ഇവിടെ. കുഞ്ഞിൻ്റെ ഉള്ളിൽ അവരെല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഓലയുണ്ട് ഈ സമയം. ഈ വേനൽ സമയത്താണ് നമുക്ക് ശരിക്കും ഓല കിട്ടുക. നല്ല ഓലയുണ്ട്. കുറേ പെറുക്കി കൂട്ടിയതുണ്ട്, കുറേ പെറുക്കാനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഓല നമുക്ക് പോയി വെട്ടിയെടുക്കാം കേട്ടോ. ചൂലിനുള്ളതും എടുക്കാം. ചൂലിനൊക്കെ എടുക്കാൻ പറ്റിയ സമയം ഈ ഒരു സമയമാണ് കേട്ടോ. ചൂലിനുള്ളത് കൊണ്ട് നമുക്കല്ലാതെ തീ കത്തിക്കാനുള്ള ഓലയും കൂടെ പോയി എടുക്കാം. പറമ്പിൽ കുറേ ഓലയുണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ പറമ്പിൽ പണിക്കായിട്ട് നമ്മുടെ വല്യമ്മയുടെ വീട്ടിലും എല്ലാ വീട്ടിലും കൂടെ ആയിട്ട് ഹിന്ദിക്കാരുണ്ട്. അവർ കുറേ ഓല പെറുക്കി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ വല്യമ്മ എല്ലാ വീട്ടിലോട്ടും കൂടെ ആയിട്ടാണ് അവർ ഓല പെറുക്കി കൂട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് എടുക്കാം, പിന്നെ പറമ്പിലുള്ളതും കൂടെ എടുക്കാവേ. നമ്മുടെ വീട്ടിൽ വിറക് പോലെ തന്നെ ആവശ്യമുള്ള സാധനം കേട്ടോ ഓല. പ്രത്യേകിച്ച് ഞാൻ ഈ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്താണേ, നല്ല കാട്ടിലും എവിടെയൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് തീയൊക്കെ പിടിപ്പിക്കാനായിട്ട് നന്നായിട്ട് ഓല ഉപയോഗിക്കാറുണ്ട്. അത് വരുമ്പോൾ കുറച്ചധികം ഓല വേണ്ടി വരും. കുറച്ചധികം നന്നായിട്ട് ഓല വേണ്ടി വരും. നമ്മൾ എത്ര ഓല കൊണ്ട് വെച്ചാലും അത് തികയാറില്ല. പിന്നെ കൂടുതലും പുറത്ത് തീ പിടിപ്പിക്കുന്ന സമയത്തായിട്ട് ഒരുപാട് ഓല വേണ്ടി വരിക. നമുക്ക് 5-6 കെട്ടും കൂടെ ആക്കിയാൽ കുറേ ഓലയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് വേണ്ടത് മാത്രം നമ്മൾ വെട്ടി ഇതാക്കുന്നു, ബാക്കി അങ്ങനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെട്ടിയെടുക്കാം. ഇതെല്ലാം വെട്ടി കെട്ടുകളാക്കാൻ കുറേ സമയം എടുക്കും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചും കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് വീട്ടിൽ പോയിട്ട് വെട്ടി പിന്നെ കെട്ടുകളാക്കി എടുത്താൽ മതിയല്ലോ. പച്ചയുടെ വണ്ടി വരാമെന്ന് പറഞ്ഞിട്ട്, അച്ഛൻ പട്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണ് നമുക്ക് തന്നെ ഓലയൊക്കെ വീട്ടിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. നമ്മുടെ വീട്ടിൽ മുരിങ്ങയ്ക്ക് ഇപ്പം നിറയെ ആയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുരിങ്ങയ്ക്ക പറിച്ചിട്ട് പോകാം കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കറി വെക്കാം. നാളെ കറി വെക്കുന്ന സമയത്ത് നമ്മൾ നല്ല മഴക്കാറ് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മഴക്കാറുണ്ടെന്ന്. മുരിങ്ങയ്ക്ക നമുക്ക് വേണ്ട പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓലയും വണ്ടി വന്നിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് നിരങ്ങി കാരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. പോയിട്ട് വേണമെങ്കിൽ കുളിക്കാനൊക്കെ. നല്ല മഴക്കാറും കയറുന്നുണ്ട്. ഇപ്പോൾ വേഗം ഇനി ഓലയൊന്ന് മുകളിലോട്ട് കൊണ്ടുപോക്കട്ടെ കേട്ടോ. നമ്മുടെ വല്യമ്മയുടെ വീട്ടിൽ നിറയെ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷം ഉണ്ടാവുന്ന പോലെ തന്നെ ഈ വർഷം ഉണ്ടായിട്ട് നിറയെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വേനൽ കാരണം നാരകവും കൂടെ ഉണങ്ങിപ്പോണ അവസ്ഥയാട്ടോ. ഓറഞ്ച് മരവും കൂടെ ഉണങ്ങിപ്പോണ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് ഫുള്ള് നമ്മളിപ്പോൾ എടുത്ത് പിഴിയാൻ നല്ല കേട്ടോ. നമ്മൾ നാരങ്ങ പിഴിയണ പോലെ പിഴിഞ്ഞാൽ മതി. അപ്പോൾ ഓറഞ്ചിൻ്റെ ചെറിയൊരു മണമൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാം അങ്ങനെ പറിച്ച് തീർക്കുക. അല്ലെങ്കിൽ മരം നിന്നാൽ കായ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓറഞ്ച് മരം ഉണങ്ങിപ്പോവും. ചെറിയ നെല്ലിക്കയുടെ വലുപ്പം, നെല്ലിക്കേനെക്കാട്ടിലും കുറച്ചുകൂടെ വലുപ്പം വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. പിഴിയാനുള്ള പല വലുപ്പത്തിലുള്ളതുണ്ട്. ചിലത് നല്ല വലുപ്പമുള്ളതുകൊണ്ട് ചിലത് തീരെ ചെറുതുമാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് വെള്ളം പിഴിയാനായിട്ട് പോവുകയാണ് ഇപ്പോൾ. പെറുക്കില്ലടാ, പെറുക്കില്ലേ? ഇല്ല, അവിടെ ഉണ്ട്. ഞാൻ കവറിട്ട് നമ്മൾ ഓറഞ്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞു ഓറഞ്ചുകളാണ്. ഇപ്പോൾ കുറച്ചധികം ഉണ്ട്. പക്ഷെ കാണുമ്പോൾ ചെറിയ ഓറഞ്ച്. അത് വലുതാവില്ല. വെള്ളം നല്ല കുറവായി. മഴയൊന്നും പെയ്യുന്നുമില്ല, മഴയൊന്നും ശരി കിട്ടുന്നുമില്ല. അതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ എല്ലാം എടുത്തിട്ട് വീട്ടിലോട്ട് പോവാം കേട്ടോ. വീട്ടിൽ നിന്ന് ആ ഓലയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മടലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പോലെ കെട്ടാക്കിയിട്ട് ഒരു വള്ളിയിൽ ഇങ്ങനെ തൂക്കി വെക്കാം കേട്ടോ. രണ്ട് സൈഡിലൊരു
വള്ളി കെട്ടി മുകളിലോട്ട് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓല ഇറക്കിയിടാം. വേണ്ടത് ഓരോ കെട്ട് വെച്ച് എടുത്തിട്ട് നമ്മൾ അടുപ്പ് എവിടെയാണോ അവിടെ കൊണ്ടിട്ടാൽ മതി. അടുപ്പിൻ്റെ അടുത്ത് കെട്ടി തൂക്കിയിൽ നമുക്ക് ദൂരെ പുറകിൽ വീടിൻ്റെ പുറകിൽ എവിടെയെങ്കിലായിട്ട് കെട്ടി തൂക്കാവേ. കുറേ ഓലയുണ്ട് ഇത്. അപ്പോൾ എല്ലാം ഒന്ന് കെട്ടി വെട്ടിയിട്ട് ഇതേപോലെ കെട്ടാക്കി വെക്കണം. ഓല ഫുള്ള് നമ്മൾ കെട്ടി വെച്ചു കേട്ടോ. ഒരു കുറേ കെട്ട് ഓലയുണ്ട്. എല്ലാം ഇനിയിപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് എവിടെയെങ്കിലും കെട്ടിത്തൂക. ഇന്നിപ്പോൾ എവിടെയെങ്കിലും കെട്ടി വെക്കുന്നില്ല. ഒരുപാട് സമയമായി. ഇനി പോയി കുളിക്കണം, ചായ കുടിക്കുക കേട്ടോ. പിന്നെ ഈ ഓലയുടെ ഫുള്ള് മറ്റേ മടലൊക്കെ ഉണ്ട് കേട്ടോ. മടലും പിന്നെ കൊണ്ടുവന്ന കുറച്ച് മടലൊക്കെ ഉണ്ട്. അതും നീ നാളെ വെട്ടി ഒതുക്കി നമ്മുടെ വിറക് വെക്കുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ മുകളിലോട്ട് ഫുള്ള് അടുക്കി വെക്കാം. ചായ കുടിച്ചിട്ട് ഇനി പോയി കുളിക്കട്ടെ. ഇന്നൊരു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു. ഇപ്പോൾ കാറ്റ് പോയി. ഒരു മഴ എവിടെയോ പെയ്യുന്ന പോലത്തെ ഒരു കാറ്റ്, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തണുപ്പൊക്കെ അങ്ങ് മാറിയിട്ട് തണുപ്പ് ഒരു കാറ്റൊന്നും ഇല്ലാതിരിക്കും. ഇനിയിപ്പോൾ മഴക്കാറുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ആ തണുപ്പ്, സാധാരണ ഇറങ്ങുന്ന ഒരു തണുപ്പ് ഇതിപ്പോൾ അത് കുറവായിട്ടുണ്ട്. പക്ഷെ റൂമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ.